അപരാജിത ധൂപചൂർണം. കഴിഞ്ഞ നമ്മുടെ ആ കോവിഡ് കാലഘട്ടത്തൊക്കെ അപരാജിത ധൂപചൂർണം വളരെയധികം ഫേമസ് ആയ ഒരു സമയമാണ് അല്ലെ. അപ്പൊ അപരാജിത ധൂപചൂർണം എടുക്കാം, അത് നമുക്ക് പുകയ്ക്കാം. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഴക്കാല രോഗങ്ങളും ഇത്തരത്തിലുള്ള മഴക്കാല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തലക്കെണ്ണ. നമ്മൾ യൂസ് ചെയ്യുന്ന തലക്കെണ്ണ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സും നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയായ രീതിയിലുള്ള എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ തെറ്റായ എണ്ണയാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കായിരിക്കും അത് ലീഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, തലവേദന, തലനീരിറക്കം തുടങ്ങിയിട്ടുള്ള അതായത് സൈനോസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ സഫർ ചെയ്യുന്ന ഒരു പേഷ്യന്റ് തെറ്റായിട്ടുള്ള തലക്കെണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ കണ്ടീഷൻ മാറില്ല. ഇനി എത്ര നല്ല ഡോക്ടറിനെ കാണിച്ചാലും എത്ര നല്ല മരുന്നെടുത്താലും ഈ ഒരു തെറ്റ് അവർ തുടരുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു കണ്ടീഷനിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പൊ തലക്കെണ്ണ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കാം. കാരണം നമ്മുടെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലേ. എന്റെ ശരീരപ്രകൃതി ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയും. പലതരത്തിലുള്ള ഔഷധങ്ങൾ ഇട്ട് നമ്മൾ എണ്ണ കാച്ചാറുണ്ട്. അതായത് കയ്യൂന്നി, കറ്റാർവാഴ, ചെമ്പരത്തി, ഇതൊക്കെ തണുപ്പോട് കൂടിയിട്ടുള്ള ഔഷധങ്ങളാണ്. ഈ ഔഷധങ്ങൾ വെച്ച് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ തണുത്ത എണ്ണയായിരിക്കും ലഭിക്കുക. അപ്പൊ ഈ തണുത്ത എണ്ണ നമ്മൾ തലയിൽ യൂസ് ചെയ്യുമ്പോൾ അത് പറ്റാത്ത ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ പറയാറ്, ഒരു ആയുർവേദ ഡോക്ടറിന്റെ സജഷൻ എടുത്തിട്ട് മാത്രം ഏതൊരു കാര്യമായാലും നിങ്ങളത് ലൈഫിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ശരീരത്തൊക്കെ നമ്മൾ പുരട്ടുന്ന എണ്ണയെ കുറിച്ചാണ്. അതായത് ഓരോ കണ്ടീഷനും ഓരോ എണ്ണയുണ്ട്. ഫോർ എക്സാമ്പിൾ, ധന്വന്തരം തൈലം, ക്ഷീരബല, സഹചരാതി, അങ്ങനെ ഒരുപാട് എണ്ണയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ഒരു ജസ്റ്റ് ഓയിൽ, മെഡിക്കേറ്റഡ് ഓയിൽ മസാജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധന്വന്തരം തൈലം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതും ഓരോ പ്രകൃതിക്ക് ഓരോ എണ്ണയുണ്ടെന്നും കൂടി മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളൊരു എണ്ണ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ധന്വന്തരം തൈലം നിങ്ങളോട് ഉപയോഗിച്ചോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശരീരവേദന ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ചെറു ചൂടാക്കിയിട്ട്, അതായത് ഇൻഡയറക്റ്റ് ബോയിൽ ചെയ്യുക കേട്ടോ. ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കരുത്. കുറച്ച് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് ഈ എണ്ണ ഒന്ന് എടുത്തു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു സ്പൂണോ കയ്യിലോ ഒന്ന് ചൂടാക്കിയിട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ആ ചൂടോട് കൂടിയിട്ടുള്ള സ്പൂണിലേക്ക് ഈ എണ്ണ ഒഴിക്കാം. അപ്പൊ അത് ഇൻഡയറക്ട്ലി ഹീറ്റ് ആവുമല്ലോ. അത് എന്നിട്ട് നമ്മുടെ ശരീരത്തെ മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ അപ്ലൈ ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ മിനിമം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പാർട്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ തലക്കെണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തലയില്, പിന്നെ നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡില്, അതുപോലെ കയ്യിലും, പിന്നെ നമ്മുടെ കാൽപാദത്തിലും നിങ്ങൾ മറക്കാതെ പുരട്ടേണ്ടതാണ്. ഓക്കെ, കാരണം ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റ്സ് അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എണ്ണ തേച്ചു. ഇനി അടുത്തത് കുളിക്കുന്ന വെള്ളം എപ്പോഴും ചെറു ചൂടോട് കൂടി ആയാൽ ഉത്തമമാണ്. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ തല കഴുകുമ്പോൾ ആ വെള്ളം തിളപ്പിച്ചാറ്റ വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഒരു കാരണവശാലും തല നിങ്ങൾ നനയ്ക്കാൻ പാടില്ല. കാരണം ചില ആൾക്കാരിൽ അത് തലനീരിറക്കം പോലുള്ള കണ്ടീഷൻസിലേക്ക് അത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ എണ്ണത്തേപ്പ് ഞാൻ പറഞ്ഞു, കുളിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾക്ക് ആഹാരത്തിലേക്ക് കിടക്കാം. എപ്പോഴും പറയുന്ന പോലെ ഹിതമായിട്ടുള്ള ആഹാരം മിതമായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാം. നമ്മുടെ വയറ് ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാല് അതും അത്ര നല്ലതല്ല. അപ്പോൾ വയറ് പകുതി നിറയ്ക്കാം, ബാക്കി വെള്ളവും പിന്നെ ബാക്കി വായുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ആഹാരങ്ങൾ മാത്രം നമ്മൾ കഴിക്കാം. എസ്പെഷ്യലി ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ വിശപ്പ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് അത്ര തന്നെ നല്ലതല്ല. നമ്മുടെ അഗ്നി, അതായത് ഡൈജസ്റ്റീവ് ഫയറിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ലൈറ്റ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് നമ്മൾ ആയുർവേദ ഡിസ്പെൻസറിയിലോ അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്സിൽ പോയി കഴിഞ്ഞാൽ ഔഷധ ചൂർണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നമ്മൾ വീടിന്റെ ഉള്ളിൽ പുകയ്ക്കാനുള്ള ഔഷധ ചൂർണങ്ങൾ. അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപരാജിത ധൂപചൂർണം. കഴിഞ്ഞ നമ്മുടെ ആ കോവിഡ് കാലഘട്ടത്തൊക്കെ അപരാജിത ധൂപചൂർണം വളരെയധികം ഫേമസ് ആയ ഒരു സമയമാണ് അല്ലെ. അപ്പൊ അപരാജിത ധൂപചൂർണം എടുക്കാം, അത് നമുക്ക് പുകയ്ക്കാം കേട്ടോ. നമ്മളിപ്പം ചേരിയൊക്കെ ആണെങ്കിൽ അത് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ചൂർണം ഇട്ടിട്ട് നമുക്ക്
പുകയ്ക്കാം. നമ്മുടെ വീട്ടിന് ചുറ്റുപാടത്തും ചുറ്റും അതുപോലെ വീട്ടിന്റെ അകത്തും ഒക്കെ നമ്മൾക്ക് ആ പുക കൊണ്ടുപോകാം, ധൂപനം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു അണുനശീകരണമാണ്. കൊതുകിനെ അകറ്റും, ബാക്കിയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അകറ്റും. അതുപോലെ ശ്വസിച്ചു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, കാരണം അതിൽ ഏറ്റവും നല്ല ഔഷധ ദ്രവ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടും അതുപോലെ ചുറ്റുപാടും ഒക്കെ മുഴുവനും ഈർപ്പം നിലനിൽക്കുന്നുണ്ടാവും. അതിനെ കുറയ്ക്കാനും ഇത്തരത്തിലുള്ള ധൂപനം വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. സോ നെക്സ്റ്റ് പറയാനുള്ളത് വെള്ളത്തിനെ കുറിച്ചാണ്. ഇപ്പൊ പലതരത്തിലുള്ള അസുഖങ്ങളാണ് എല്ലാവർക്കും വരുന്നത്, പ്രത്യേകിച്ച് പനി, മഞ്ഞപ്പിത്തം, ഡെങ്കു പനി, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ്. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും നന്നായിട്ട് ശ്രദ്ധിക്കാം. കുടിക്കുന്ന വെള്ളം എപ്പോഴും ഔഷധ ചൂർണങ്ങളിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനായിട്ട് ഷടങ്ക പാനീയ ചൂർണം അല്ലെങ്കിൽ പലതരത്തിലുള്ള കഷായ പൊടികളും അവൈലബിൾ ആണ്. ദാഹശമനി യൂസ് ചെയ്യാം, ഗുളൂജാതി കഷായ ചൂർണം ഉപയോഗിക്കാം. അങ്ങനെ ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.